Purity Gold and Diamonds, Kerala and Karnataka, the glow of purity. ഇന്ദിരാ ഗ്യാരണ്ടി അത് അടിയന്തരാവസ്ഥയെന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ. വെറുതെ വായ്ത്താളം കൊണ്ട് നാട്ടുകാരെ പറ്റിച്ചിട്ട് ഒരു വെളിവില്ലാതെ ഭരിക്കാൻ കയറുന്നവരുണ്ടാകുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ. അത് നടപടിയുള്ള കാര്യമല്ലെന്ന് സാമാന്യബോധം ഉള്ളവർക്ക് എല്ലാവർക്കും അന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം. അത് ഇപ്പം ഉറങ്ങിക്കിടന്നൊരു കാരണവരെ വിളിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് വന്നിട്ട് ജാമ്യം എടുക്കുന്നു, മുൻകൂർ ജാമ്യം. നമ്മൾ വയറ് മുണ്ട് മുറുക്കി കൊടുക്കണം, കയ്പുനീര് കുറച്ച് കുടിക്കേണ്ട വരും, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ശീലമായിക്കോളും. എന്നിട്ട് അവിടെ അടുത്ത് നിന്ന് തലയാട്ടുക. ഇത് പാപ്പരായ സംസ്ഥാനമാണ്, സാമ്പത്തികമായി തരിപ്പണമായ ഒരു സംസ്ഥാനമാണ്. തുടക്കത്തിൽ ഒന്നിനു വരെ ഒന്നായി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കരുത്. കുറച്ച് മുണ്ട് കൊടുക്കേണ്ടി വരും, കുറച്ച് കയ്പുനീര് കുടിക്കേണ്ടി വരും. സതീശന് സാവകാശം നൽകണം, സതീശനെ സഹായിക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന. പറഞ്ഞിരിക്കുന്നത് എന്താ, പ്രേക്ഷകരെ ശ്രദ്ധിച്ച് കേൾക്കണം. തുടക്കത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കരുത്. നമ്മുടെ സംസ്ഥാനം പാപ്പരായ ഒരു സംസ്ഥാനമാണ്, കുറച്ച് കയ്പുനീര് കുടിക്കേണ്ടി വരും. വി ഡി സതീശനെ ഒപ്പം നിർത്തി AK ആന്റണി പറയുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, എന്തായിരുന്നു വാഗ്ദാനങ്ങൾ? ഇന്ദിരാ ഗ്യാരണ്ടി. യഥാർത്ഥത്തിൽ മുതിർന്ന നേതാവ് AK ആന്റണി പറഞ്ഞതാണോ വസ്തുത? എല്ലാവിധ ബഹുമാനങ്ങളോടും കൂടി ഞാൻ അദ്ദേഹത്തോട് വിയോജിക്കുന്നു. കേരളം പാപ്പരായ ഒരു സംസ്ഥാനമാണോ? കേരളം പാപ്പരായ സംസ്ഥാനമല്ല. റവന്യൂ കമ്മിയിൽ കുറവ് വന്നിരിക്കുന്ന, ധനക്കമ്മിയിൽ കുറവ് വന്നിരിക്കുന്ന, വളർച്ചാ നിരക്കിൽ മെച്ചപ്പെട്ട കണക്ക് കാണിക്കുന്ന, പൊതുകടത്തിന്റെ കാര്യത്തിൽ 15 സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട നിലയിൽ നിൽക്കുന്ന കേരള സംസ്ഥാനമാണോ പാപ്പരായ സംസ്ഥാനം? 1.25 ലക്ഷം കോടി രൂപയുടെ തനത് റവന്യൂ വരുമാനമുള്ള ഈ സംസ്ഥാനം പാപ്പരായ ഒരു സംസ്ഥാനമാണെന്നുള്ളൊരു പ്രതിരോധം അധികാരത്തിലേറും മുമ്പ് വി ഡി സതീശൻ സ്വീകരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. അത് ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള സൂചനയായിട്ട് ഒരുപക്ഷെ ജനം വ്യാഖ്യാനിച്ചേക്കാം. പിന്നെ ഈ ഫിനാൻസ് കൈകാര്യം ചെയ്യാൻ അറിയാൻ പാടില്ലെങ്കിൽ മുൻ ധനകാര്യമന്ത്രിയോട് ചോദിച്ചാൽ മതി, ഇതെങ്ങനെയായി ചക്രം തിരിച്ച് നടത്തിക്കൊണ്ട് പോകണമെന്നുള്ളത് മൂപ്പര് പറഞ്ഞു. അവർ കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് ജനത്തിന്റെ കാര്യമായതുകൊണ്ട് അവർക്ക് വലിയ ഈഗോ ഒന്നും കാണില്ല. അവർ ജനത്തിന്റെ കാര്യമുള്ള നിർത്തുന്ന ഒരു കാര്യം പറഞ്ഞു തരികയും ചെയ്യും. KSRTC കയറി ഫ്രീ ആയിട്ട് ധ്യാനം കൂടാനും തൊഴാനും മൂന്നാറിന് ടൂർ പോകാനൊക്കെ ഇരുന്ന കുറച്ച് ചേർത്തിമാരുണ്ട്, പാവങ്ങൾ. ആഴ്ചച്ചിട്ടി കൂടിയത് അടവ് മുടക്കണ്ട കേട്ടോ. ഇത് നടപടിയാകുകയല്ല, കളിയാക്കിയതല്ല, സഹതാപം കൊണ്ടാ. ഇപ്പൊ കിട്ടണതെങ്കിലും കിട്ടിക്കൊണ്ടിരുന്ന നിങ്ങളുടെ യോഗം. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിലെ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂം ഒക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.